സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 37 ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പം ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. മൊഡ്യൂൾ 10 അല്ലേ, നമ്മൾ ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിന് ബേസ് ചെയ്തൊരു റിവിഷൻ സീരീസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ 9 മൊഡ്യൂൾസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10ാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അപ്പം 10ാമത്തെ മൊഡ്യൂളിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്? 10ാമത്തെ മൊഡ്യൂളിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4 മെയിൻ ഹെഡിങ് ആയിട്ടാണ് ഇതിൽ കാര്യങ്ങൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്നാണ് അല്ലേ ഇതിൻ്റെ മെയിൻ ഹെഡിങ് വരുന്നത്. ഈ ഒരു മൊഡ്യൂൾ 10ന്റെ മെയിൻ ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പം ഈ ഒരു എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിൽ തന്നെ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് അതിൻ്റെ സബ് ഹെഡ്സ് വരുന്നത്? പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ വരുന്നുണ്ട്. പിന്നെ സാനിറ്ററി എഞ്ചിനീയറിംഗ് പിന്നെ ലാസ്റ്റ് വൺ സീവേജ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ആണ്. ഇത്രയും പോർഷനാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു 4 ഏരിയയും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ഓവർസിയർ ഗ്രേഡ് 1ന്റെ 10 മൊഡ്യൂൾസും കംപ്ലീറ്റ് ചെയ്യും. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് പറയുന്നതിന് സിലബസ് അല്ലേ, ഇതാണ് സിലബസ് വരുന്നത്. വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിൽ ഇത്ര കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കുക. അതിൽ എൻവയോൺമെന്റിൽ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു മെയിൻ ഹെഡിങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിൻ്റെതുണ്ട്. അപ്പം അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ പറയുന്നതാണ് സാനിറ്ററി എഞ്ചിനീയറിംഗിൽ സീവേജ് റെഫ്യൂസ്, ഗാർബേജ്, സല്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ളത്. സീവിയർ അപ്പർച്യൂണൻസ് ഒക്കെ ഇതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് സീവേജ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. അതിൽ പ്രിലിമിനറി ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ പ്രൈമറി ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പേജിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഫ്ലഷിംഗ് സിസ്റ്റം, യൂറിനൽസ്, ഇൻസ്പെക്ഷൻ ചാമ്പേഴ്സ്, ആന്റി സൈഫണേജ് പൈപ്പ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. എല്ലാം കൂടെ ചേർന്നിട്ട് 10 മാർക്കാണല്ലേ വരുന്നത്. ഗ്രേഡ് 1 എക്സാംസിന് ഓരോ മൊഡ്യൂൾസിലും 10 മാർക്കാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് 1 and 2 എന്ന് പറയുന്നത് സർവേ തന്നെയാണ് വരുന്നത്. പിന്നെ 3 and 4 എന്ന് പറയുന്നത് BMC ആണ് വരുന്നത്. അപ്പം അങ്ങനെ കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലുള്ള സ്റ്റാർട്ടിങ്ങിൽ സിലബസ് വരുന്നത് അല്ലേ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളതാണ്. വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. നമ്മൾ ഇന്നത്തെ ക്ലാസ് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആണ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എന്താണ് നമുക്ക് നോക്കാനുള്ളത്? വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് നമുക്ക് സോഴ്സസ് ഓഫ് വാട്ടർ തന്നെ നോക്കാം. സോഴ്സസ് ഓഫ് വാട്ടർ എത്ര ടൈപ്പാണ് വരുന്നത്? നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടാകുക. അപ്പോൾ സോഴ്സസ് ഓഫ് വാട്ടർ എത്ര ടൈപ്പിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റണം അല്ലേ. ഏതൊക്കെ ടൈപ്പാണ്? സർഫസ് സോഴ്സും സബ് സർഫസ് സോഴ്സും. അപ്പം സോഴ്സസ് ഓഫ് വാട്ടർ വരുന്നത് സർഫസ് ആൻഡ് സബ് സർഫസ് എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പാണ് സോഴ്സസ് ഓഫ് വാട്ടർ വരുന്നത്. അപ്പം സോഴ്സസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ ഒരു വാട്ടറിൻ്റെ സോഴ്സസ് അല്ലേ, അപ്പം അത് 2 രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. സർഫസിൽ നിന്നും അവൈലബിൾ ആണ്, സബ് സർഫസിൽ നിന്നും. അപ്പോൾ സർഫസ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ടർ ഫ്ലോയിങ് അല്ലെങ്കിൽ വാട്ടർ അവൈലബിൾ അറ്റ് സർഫസ് അല്ലേ. സർഫസിന് അവൈലബിൾ ആവുന്ന വാട്ടറിനെയാണ് നമ്മൾ സർഫസ് സോഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ലേക്ക്, റിവേഴ്സ്, പോണ്ടൊക്കെ പറയാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ സബ് സർഫസ് സോഴ്സ് ആണെങ്കിലോ, സബ് സർഫസ് സോഴ്സിൽ വരുന്നതാണ്, അല്ലെങ്കിൽ സബ് സർഫസ് സോഴ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ എക്സ്ട്രാക്റ്റഡ് ഫ്രം അണ്ടർഗ്രൗണ്ട് ആണെങ്കിൽ അല്ലേ, വാട്ടർ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ട് നിന്നാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് സോഴ്സിനെയാണ് നമ്മൾ സബ് സർഫസ് സോഴ്സസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ വെൽസ്, ഇൻഫിൽട്രേഷൻ ഗാലറീസ് ഒക്കെ, സ്പ്രിങ്ങും ഒക്കെ അതിൽ വരുന്നത് തന്നെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക.
നമുക്കിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ടാക്കി എഴുതുകയാണെങ്കിൽ സർഫസിൽ വരുന്നതാണ്, അല്ലെങ്കിൽ സർഫസ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ടർ. സർഫസ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ അവൈലബിൾ അറ്റ് സർഫസ് ആയിരിക്കും അല്ലേ. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ലേക്ക്, റിവർ, പോണ്ടൊക്കെ പറയാൻ പറ്റും. ഇനി സബ് സർഫസ് സോഴ്സ് പറയുകയാണെങ്കിൽ വാട്ടർ എക്സ്ട്രാക്റ്റഡ് ഫ്രം അണ്ടർ ഗ്രൗണ്ട് അല്ലെ. അണ്ടർഗ്രൗണ്ട് എന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സബ് സർഫസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് വരുന്നത് ഏതൊക്കെയാണ്? എക്സാമ്പിൾസ് വരുന്നതാണ് വെല്ല്, ഇൻഫിൽട്രേഷൻ ഗാലറി, സ്പ്രിംഗ് ഒക്കെ എന്നുള്ളത് ഓർത്ത് വെക്കുക. അങ്ങനെ നമ്മൾ വാട്ടർ അവൈലബിൾ ആവുന്നത് ഏതൊക്കെ രീതിയിലാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള വാട്ടറിന് എന്തൊക്കെ ടൈപ്പ് ഡിമാൻഡ് ആണുള്ളത് നോക്കാം. നമുക്കിപ്പോൾ വാട്ടറിന് എന്തൊക്കെ ആവശ്യകത അല്ലേ. അപ്പം അതേ രീതിയിലാണ് നമ്മളിപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. വേരിയസ് ടൈപ്പ് ഓഫ് വാട്ടർ ഡിമാൻഡ്, അതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്. വേരിയസ് ടൈപ്പ് ഓഫ് വാട്ടർ ഡിമാൻഡ്. വേരിയസ് ടൈപ്പ് ഓഫ് വാട്ടർ ഡിമാൻഡ് എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് വണ്ണ് വരുന്നതാണ് ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ്. സെക്കൻഡ് വണ്ണ് വരുന്നതാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ. തേർഡ് വണ്ണ് വരുന്നതാണ് പബ്ലിക് യൂസ്. ഫോർത്ത് വണ്ണ് ലോസസ് ആൻഡ് തെഫ്റ്റ്. ഫിഫ്ത്ത് വണ്ണ് വരുന്നതാണ് ഫയർ ഡിമാൻഡ്. അതിൽ ഓരോന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ. എന്താണ് ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത്? നമ്മൾ ഡ്രിങ്കിങ്ങിന്, അതുപോലെ തന്നെ ബാത്തിങ്ങിന്, കുക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ഈ പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിമാൻഡിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പം ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഡ്രിങ്കിങ്, വാഷിംഗ്, ബാത്തിങ് എക്സെട്ര അല്ലേ. അപ്പം ഇതിനെയാണ് നമ്മൾ ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ പറഞ്ഞു അല്ലേ. ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേരിലുള്ള പോലെ തന്നെ ഓഫീസ്, ഇൻഡസ്ട്രീസ്, ഹോസ്പിറ്റൽസ്, സ്കൂൾസിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിമാൻഡിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഓഫീസ്, സ്കൂൾസ്, പിന്നെ ഇൻഡസ്ട്രീസ് എക്സെട്ര അല്ലേ. ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. പിന്നെ തേർഡ് വണ്ണാണ് പബ്ലിക് ഡിമാൻഡ് അല്ലേ. പബ്ലിക് യൂസ് എന്നൊക്കെ പറയും. എന്താണ് പബ്ലിക് ഡിമാൻഡ് എന്ന് പറയുന്നത്? പബ്ലിക് ഗാർഡൻ, അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റ്സിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡിമാൻഡ്സ് അല്ലേ. അപ്പം ഇന്നെന്നാ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ പബ്ലിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്? പബ്ലിക് ഗാർഡൻ, ടോയ്ലറ്റ് എക്സെട്ര. അപ്പം ഇതിനാണ് നമ്മൾ പബ്ലിക് വാട്ടർ ഡിമാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ലോസസ് ആൻഡ് തെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പേരിലുള്ള പോലെ തന്നെ ലോസസിൻ്റെതും തെഫ്റ്റിൻ്റെയും ഒക്കെ വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നതിനെയാണ് ലോസസ് ആൻഡ് തെഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഫയർ ഡിമാൻഡ് അല്ലേ. ഫയർ ഡിമാൻഡ് നിങ്ങൾക്ക് അറിയാമല്ലേ. നമുക്കിപ്പം ഫയറിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ ഫയർ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം ആ രണ്ട് കാര്യങ്ങളും പേരിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും
കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നത് എത്ര LPCD ആണെന്ന് അല്ലേ. LPCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിറ്റർ പെർ ക്യാപിറ്റ ഡേ, സോറി ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേനെയാണ് നമ്മൾ LPCD എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം LPCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ ആണ് LPCD എന്നുള്ളതിനെ കൂടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ഡിമാൻഡും അതിൻ്റെ ആ ഒരു വാട്ടർ ഡിമാൻഡും കൂടെ നോക്കാം. ടൈപ്പ് ഓഫ് ഡിമാൻഡ് അതിന് എത്ര വാട്ടർ ആണ് വേണ്ടതെന്നുള്ളത് അല്ലേ. വാട്ടർ ഡിമാൻഡും കൂടെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്, ഞാൻ ഓരോന്ന് പറയുമ്പോൾ നിങ്ങളെ മൈൻഡിലേക്ക് വാല്യൂസ് ഓർമ്മ വരുന്നുണ്ടോ നോക്കാം. ഫസ്റ്റ് വണ് ഡൊമസ്റ്റിക് അല്ലേ. ഡൊമസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ എത്ര LPCD ആണ് വരിക? ഡൊമസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ ഇത് ലോ ഇൻകം ഗ്രൂപ്പാണ് കേട്ടോ. ലോ ഇൻകം ഗ്രൂപ്പിനും ഹൈ ഇൻകം ഗ്രൂപ്പിനും വ്യത്യസ്ത ടൈപ്പിലാണ് വരിക. നിങ്ങൾക്ക് അറിയാലേ, നമുക്ക് സറൗണ്ടിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ലോ ഇൻകം ഗ്രൂപ്പിനും ഹൈ ഇൻകം ഗ്രൂപ്പിനും 2 ടൈപ്പാണ് വാട്ടർ ഡിമാൻഡ് ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ എന്താണ് ഡൊമസ്റ്റിക് ഡിമാൻഡ്? ലോ ഇൻകം ഗ്രൂപ്പിന്റെ ബേസിലാണെങ്കിൽ വരിക 135 LPCD ആണ് അല്ലേ. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആണെങ്കിലോ, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആണെങ്കിൽ 70 LPCD ആണ് വരിക. പിന്നെ പബ്ലിക് യൂസ് ആണല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പബ്ലിക് യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ എത്രയാണ് LPCD വരിക? 10 LPCD ആണ്. പിന്നെ ലോസസ് ആൻഡ് തെഫ്റ്റ് അല്ലേ. ലോസസ് ആൻഡ് തെഫ്റ്റ് ആണെങ്കിൽ വരുന്നത് 55 LPCD ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് വരുന്നത് ബേസ്ഡ് ഓൺ ലോ ഇൻകം ഗ്രൂപ്പ് അല്ലേ. ഇനി നമുക്ക് ഹൈ ഇൻകം ഗ്രൂപ്പിന്റെ നോക്കിയാലോ. ഹൈ ഇൻകം ഗ്രൂപ്പ് അല്ലേ. ഹൈ ഇൻകം ഗ്രൂപ്പിന്റെ നോക്കിക്കഴിഞ്ഞാൽ സെയിം ടേബിൾ തന്നെ ടൈപ്പ് ഓഫ് ഡിമാൻഡ്, അതുപോലെ തന്നെ വാട്ടർ ഡിമാൻഡ് അല്ലേ. അതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് വണ് വരുന്നതാണ് ഡൊമസ്റ്റിക് യൂസ് അല്ലേ. ഡൊമസ്റ്റിക് ആണെങ്കിൽ എത്രയാണ് വരുന്നത്? 200 LPCD ആണ്. പിന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആണെങ്കിൽ 70 LPCD ആണ്. പിന്നെ പബ്ലിക് യൂസ് അല്ലേ. പബ്ലിക് യൂസിന് 10 LPCD ആണ്. ലോസസ് ആൻഡ് തെഫ്റ്റിന് വരുന്നത് 55 LPCD ആണ്. 55 LPCD ആണ്. അപ്പം ഈ ഒരു ഡൊമസ്റ്റിക് ഡിമാൻഡിനാണ് ചേഞ്ചസ് വരുന്നത്. അപ്പം അത് ഓർത്ത് വെക്കുക, മാറിപ്പോവരുത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കണക്ട് ചെയ്തിട്ട് തന്നെ, പക്ഷേ ഇതിൻ്റെ ഫാക്ടേഴ്സ് അല്ലേ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് ഡിമാൻഡ് എന്നുള്ള ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് ഡിമാൻഡ് അല്ലേ. പലതരത്തിലുള്ള ഡിമാൻഡ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ആ ഒരു ഡിമാൻഡ്സിനെയൊക്കെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് വരുന്നത്? ഒന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാബിറ്റ്സ് ഓഫ് വാട്ടർ യൂസർ അല്ലേ. നമ്മൾ എന്ത് ഹാബിറ്റിന് വേണ്ടിയിട്ടാണ് വാട്ടർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് വാട്ടർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ ആ ഒരു ഡിമാൻഡിനെ ബേസ് ചെയ്തിരിക്കും. അപ്പം ഫസ്റ്റ് വണ്ണാണ് ഹാബിറ്റ്സ് ഓഫ് വാട്ടർ യൂസർ അല്ലേ.
അപ്പം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ നോട്ടാക്കിയിട്ട് എഴുതുന്നില്ല, പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു ഹൈജീൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ വാഷ് ചെയ്തുകൊണ്ടിരിക്കും, അപ്പോൾ അവർക്ക് കുറേ വെള്ളം പോകും അല്ലേ. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പം അതാണ് നമ്മൾ ഈ പറയുന്നത് ഹാബിറ്റ്സ് ഓഫ് വാട്ടർ യൂസർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് വെള്ളം യൂസ് ചെയ്തിട്ട് ഹാൻഡ് വാഷ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ ആവശ്യത്തിനും വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ ഡിമാൻഡ് കൂടുകയാണല്ലേ ചെയ്യുക. അതാണ് ഹാബിറ്റ്സ് ഓഫ് വാട്ടർ യൂസർ എന്ന് പറയുന്നത്. മറിച്ച് കുറഞ്ഞ വെള്ളം മാത്രം എല്ലാത്തിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മാത്രം കൈ കഴുകുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ അവർക്ക് ആ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് മതിയാവും അല്ലേ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ ഹാബിറ്റ്സ് ഓഫ് വാട്ടർ യൂസർ എന്നുള്ളത്. ഫസ്റ്റ് വൺ ഓർത്ത് വെക്കുക. പിന്നെ സെക്കൻഡ് പോയിന്റ് വരുന്നത് എന്താണ്? സെക്കൻഡ് വരുന്നതാണ് ക്വാളിറ്റി ഓഫ് വാട്ടർ. ക്വാളിറ്റി ഓഫ് വാട്ടർ. അപ്പം അതെങ്ങനെയാണ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പം നല്ലൊരു ക്വാളിറ്റി ഉള്ള വാട്ടർ ആണെങ്കിൽ നമ്മൾ കൂടുതൽ വാട്ടർ കൺസംഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ കുടിക്കുന്നതിന് തന്നെ നല്ല വെള്ളം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വെള്ളം കുടിക്കില്ലേ. മറിച്ച് നിങ്ങൾ ഒരു കുടിക്കുന്ന വെള്ളത്തിന് എന്തെങ്കിലും ചവർപ്പോ എന്തെങ്കിലും ചുവയോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി നിങ്ങൾ നോർമൽ കുടിക്കുന്നതിനെക്കാട്ടും കുറച്ചായിരിക്കും അല്ലേ. അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടത് മാത്രം കുടിച്ചിട്ട് പിന്നെ നിങ്ങൾ നെക്സ്റ്റ് നല്ല വെള്ളം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് കുടിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കും അല്ലേ. അത് തന്നെയാണ് ആ ഒരു ക്വാളിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ക്വാളിറ്റി ഓഫ് വാട്ടർ കൂടുന്ന സമയത്താണെങ്കിൽ നമ്മൾ കൺസംഷൻ കൂടുകയാണല്ലേ ചെയ്യുക. ആണ് നമ്മൾ ക്വാളിറ്റി ഓഫ് വാട്ടർ ഈ ഒരു ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ കാരണം. ഇനി തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈസ് ഓഫ് ദ സിറ്റി അല്ലേ. സൈസ് ഓഫ് ദ സിറ്റീനെ എങ്ങനെയാണ് പറയുന്നത്? ഒരു വലിയ സിറ്റി ആണെങ്കിൽ അവിടെ കൂടുതൽ ആൾക്കാരും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഹൈ പോപ്പുലേഷൻസും ഉണ്ടാവും, അപ്പോൾ അവിടെ കൂടുതൽ വെള്ളം ആവശ്യമാണ്. മറിച്ചൊരു ചെറിയ സിറ്റി ആണെങ്കിൽ അവിടെ ആളുകൾ കുറവായിരിക്കും, അപ്പം അതിനനുസരിച്ചുള്ള വെള്ളം മതിയാവും അല്ലേ. അപ്പം അതാണ് ഇതിന് ഡിമാൻഡിനെ ഈ ഒരു സൈസ് ഓഫ് ദ സിറ്റി എഫക്റ്റ് ചെയ്യുന്നത്. സൈസ് ഓഫ് സിറ്റി. പിന്നെ വരുന്നത് എന്താണ്? സീസൺ അല്ലേ. സീസൺ എങ്ങനെയാണ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലേ. ഒരു വേനൽക്കാലാണെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂടുതലായിരിക്കും അല്ലേ. മറിച്ചൊരു മഴക്കാലാണെങ്കിൽ നിങ്ങൾ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും അല്ലേ കമ്പാരിറ്റീവ്ലി. അതാണ് ഈ ഒരു സീസൺ എഫക്ട് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ സോഴ്സ് ഓഫ് വാട്ടർ പറഞ്ഞു. സോഴ്സ് ഓഫ് വാട്ടർ എന്തൊക്കെയാണ് വരുന്നത്? സർഫസ് സോഴ്സും ഉണ്ടോ എന്ന് പറഞ്ഞു. സർഫസ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ അവൈലബിൾ അറ്റ് സർഫസ് ആയിരിക്കും അല്ലേ. സർഫസ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ എക്സ്ട്രാക്റ്റഡ് ഫ്രം അണ്ടർഗ്രൗണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതിൻ്റെ എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് വേരിയസ് ടൈപ്പ് ഓഫ് വാട്ടർ ഡിമാൻഡ് ആണ്. ഡൊമസ്റ്റിക് വാട്ടർ ഡിമാൻഡ്, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ, പിന്നെ പബ്ലിക് യൂസേഴ്സ്, ലോസസ് ആൻഡ് തെഫ്റ്റ്, ഫയർ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ടൈപ്പ് ഓഫ് ഡിമാൻഡും വാട്ടർ ഡിമാൻഡും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഡൊമസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ 135 LPCD, അതിൽ ലോ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ 135 LPCD, ഹൈ ഇൻകം ഗ്രൂപ്പ് ആണെങ്കിൽ 200 LPCD എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആണെങ്കിൽ 70 LPCD തന്നെയാണ് രണ്ടിലും വരുന്നത്. പബ്ലിക് യൂസ് ആണെങ്കിലും 10 LPCD തന്നെയാണ് രണ്ടിലും വരുന്നത്. ലോസസ് ആൻഡ് തെഫ്റ്റ് ആണെങ്കിലും 55 LPCD തന്നെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് ഡിമാൻഡ് ആണ്. ഏതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ക്വാളിറ്റി ഓഫ് വാട്ടർ, ഹാബിറ്റ്സ് ഓഫ് യൂസ്, സൈസ് ഓഫ് സിറ്റി, സീസൺ, ഇതൊക്കെ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം നമ്മൾ ഒരു ഏരിയ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളൊരു മെത്തേഡാണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്. നമുക്ക് നോക്കാനുള്ള മെത്തേഡല്ല, ഇനി നമുക്ക് നോക്കാനുള്ള ഏരിയ ആണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ്. അപ്പം പോപ്പുലേഷൻ ഫോർകാസ്റ്റിങ്ങിന് എത്ര മെത്തേഡാണ് എന്നുള്ളത് നോക്കാം. പോപ്പുലേഷൻ ഫോർകാസ്റ്റിങ്ങിന് അപ്പം എന്താണ് പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ? പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ പോപ്പുലേഷൻ സൈസിനെ അല്ലെ, ഒരു സ്പെസിഫിക് ഏരിയയിലേക്കുള്ള ഫ്യൂച്ചർ പോപ്പുലേഷൻ സൈസിനെ
പ്രഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് അല്ലേ ഈ ഒരു പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് എന്നുള്ള ടേം കൊണ്ട് സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മെത്തേഡ് ഓഫ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഫോർകാസ്റ്റിങ്ങിൻ്റെ മെത്തേഡ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓരോ മെത്തേഡായിട്ട് നോക്കുക. അതിൻ്റെത് നമുക്ക് എക്സാമിൻ്റെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ഒന്ന് ചെയ്ത് നോക്കുക. സിമ്പിൾ പ്രോബ്ലംസ് ഒന്നും അവിടെ എടുത്ത് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്ന് അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കണം. അതിൽ ഫസ്റ്റ് വണ്ണ് അരിത്തമാറ്റിക് ഇൻക്രീസ് മെത്തേഡാണ്. സെക്കൻഡ് വൺ എന്താണ്? സെക്കൻഡ് വൺ ജിയോമെട്രിക് ഇൻക്രീസ് മെത്തേഡ്. പിന്നെന്താണ്? ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ്. ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ്. അപ്പോൾ ഇത്രയും മെത്തേഡാണ് നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് കൂടാണ്ട് തന്നെ ഡിക്രിമെന്റൽ ഡിക്രീസ് മെത്തേഡും ഉണ്ട്. അതുപോലെ തന്നെ ലോജിസ്റ്റിക് കർവ് മെത്തേഡ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫിക്കൽ മെത്തേഡ്, റേഷ്യോ കമ്പാരിറ്റീവ് മെത്തേഡൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നോക്കാം. സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് 3 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് വണ്ണ് വരുന്നതാണ് അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് അല്ലേ. അരിത്തമെറ്റിക് ഇൻക്രീസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അരിത്തമാറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയുന്നത്? ഇപ്പം ഈ ഒരു പോപ്പുലേഷൻ ഇൻക്രീസ്, ഒരു എല്ലാ ഏരിയയിലും പോപ്പുലേഷനിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവും അല്ലേ. ആ ഒരു ഇൻക്രീസ് വരുന്നത് ഒരു കോൺസ്റ്റന്റ് റേറ്റിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ അരിത്തമാറ്റിക്കൽ ഇൻക്രീസ് എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം എന്താണ് അരിത്തമാറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ the population increases at a constant റേറ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ അരിത്തമാറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെ ഏരിയയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ആൻഡ് ഓൾഡ് സിറ്റീസിലായിരിക്കും അല്ലേ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പം ഓൾറെഡി ഓൾമോസ്റ്റ് ഡെവലപ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഏരിയയിൽ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം എന്താണ് നോക്കുന്നത് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഇൻ ലാർജ് അതുപോലെ തന്നെ ഓൾഡ് സിറ്റീസ് വിച്ച് ഹാസ് ഓൾറെഡി അണ്ടർഗോൺ കൺസിഡറബിൾ ഡെവലപ്മെന്റ് അല്ലേ. അതിനെയാണ് നമ്മൾ അരിത്തമാറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതിന്റെ ഇക്വേഷൻ പറയുകയാണെങ്കിൽ Pn = P0 + nx ഡാഷ് എന്നുള്ളത് ഓർത്ത് വെക്കുക. Pn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ ആഫ്റ്റർ n ഡെക്കേഡ്സ് അല്ലേ. അതുപോലെ തന്നെ P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് പോപ്പുലേഷൻ ആണ്. x ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ആണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡെക്കേഡ്സ് ആണ്. അപ്പം എന്താണ് ഓരോന്നിനെ ഡിനോട്ട് ചെയ്യുന്നതെന്നും കൂടെ എഴുതാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മുന്നേ ഈ ഒരു ഏരിയയിൽ നിന്ന് അരിത്തമാറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് തന്നെയാണ് പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പം Pn = P0 + nx ഡാഷ് ആണെങ്കിൽ Pn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ആഫ്റ്റർ n ഡെക്കേഡ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് പോപ്പുലേഷൻ. എക്സ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. പിന്നെ എന്താണ് പറയുന്നത്? n അല്ലേ. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡെക്കേഡ്സ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം അതാണ്
അരിത്തമാറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡിൽ നോക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അരിത്തമാറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള മെത്തേഡ് ഏതാണ്? നെക്സ്റ്റ് നോക്കാനുള്ള മെത്തേഡാണ് ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് അല്ലേ? ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ്. ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ആൻഡ് യങ് ഡെവലപ്പിംഗ് സിറ്റീസിലാണ് നമ്മൾ ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് യൂസ് ചെയ്യുക. എവിടെയാണ്? ലാർജ് ആൻഡ് യങ് ലാർജ് തന്നെ യങ് ആൻഡ് ഡെവലപ്പിംഗ് സിറ്റീസ് അല്ലേ? ഡെവലപ്പിംഗ് സിറ്റീസിലാണ് നമ്മൾ ഈ ഒരു ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ഒരു അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് അല്ലേ, ബേസ്ഡ് ഓൺ ദ കൺസംഷൻ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുന്നത്, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഡെക്കേഡ് ടു ഡെക്കേഡ് കോൺസ്റ്റന്റ് ആണെന്നുള്ളൊരു അസംഷൻ ആണ് ഈ ഒരു ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡിൽ നമ്മൾ കൊടുക്കുന്നത്. എന്താണ്? ബേസ്ഡ് ഓൺ ദ കൺസംഷൻ ദാറ്റ് percentage increase in the population from decade to decade is constant എന്നുള്ളത് ഓർക്കാം. അപ്പം ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? പി എൻ ഈസ് ഈക്വൽ ടു P0 × 1 + R all raised to n അല്ലേ? അപ്പം ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ വരുന്നത്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ആഫ്റ്റർ n ഡെക്കേഡ്സ് ആണ് വരുന്നത്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ ആഫ്റ്റർ n ഡെക്കേഡ്സ് ആണ് വരുന്നത്. പോപ്പുലേഷൻ ആഫ്റ്റർ n ഡെക്കേഡ്സ്. P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് പോപ്പുലേഷൻ. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആനുവൽ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. അപ്പം അത് ഓർത്ത് വെക്കുക. പി എൻ ഈസ് ഈക്വൽ ടു P0 × 1 + R all raised to n എന്നുള്ളത്. അപ്പം ഇത് രണ്ടുമാണ് എക്സാമിന് മുന്നേ ചോദിച്ചു കണ്ടിട്ടുള്ളത്, അതായത് അരിത്തമാറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡും ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡും. ഇനി നമുക്ക് തേർഡ് വണ്ണും കൂടി ഒന്ന് പറയാം. തേർഡ് വൺ എന്താണ്? ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡാണ് അല്ലേ? ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡാണ് തേർഡ് വണ്ണ് നോക്കാനുള്ളത്. ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അണ്ടർ നോർമൽ ഗ്രോയിങ് കണ്ടീഷൻ ആണെങ്കിൽ അല്ലേ, ആവറേജ് സൈസ്ഡ് സിറ്റീസിൽ നോർമൽ അല്ലെങ്കിൽ നോർമൽ ഗ്രോത്ത് കണ്ടീഷൻ ആണെങ്കിൽ അങ്ങനത്തെ ഏരിയാസിലാണ് നമ്മൾ ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എന്താണ് ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യൂസ്ഡ് ഫോർ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് സൈസ്ഡ് ടൗൺ അണ്ടർ നോർമൽ ഗ്രോത്ത് കണ്ടീഷൻ എന്നുള്ളത് ഓർക്കാം. അപ്പം ഇത്രയും 3 മെത്തേഡ്സ് ആണ് നമുക്കിവിടെ നോക്കാനുള്ളത്. എന്താണ് നമ്മൾ പറഞ്ഞത്? പോപ്പുലേഷൻ ഫോർകാസ്റ്റിംഗ് ആണ്. പോപ്പുലേഷൻ ഫോർകാസ്റ്റിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമാറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡും ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡും ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡുമാണ് നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അരിത്തമാറ്റിക്കൽ ഇൻക്രീസ് മെത്തേഡ് എന്നുള്ളതാണെങ്കിൽ ദ പോപ്പുലേഷൻ ഇൻക്രീസസ് അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ യൂസ്ഡ് ഇൻ ലാർജ് ആൻഡ് ഓൾഡ് സിറ്റീസ് വിച്ച് ഹാസ് ഓൾറെഡി അണ്ടർഗോൺ കൺസിഡറബിൾ ഡെവലപ്മെന്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് വേണ്ട ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡാണ്.
ജിയോമെട്രിക്കൽ ഇൻക്രീസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ഗ്രോയിങ് സിറ്റീസിലാണ്. അതുപോലെ തന്നെ യങ് ഡെവലപ്ഡ് സിറ്റീസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. യൂസ്ഡ് ഇഫ് ദ പെർസെൻറ്റേജ് ഇൻക്രീസസ് കോൺസ്റ്റന്റ് എന്നുള്ളതും ഓർത്ത് വെക്കുക. പിന്നെ ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡ് ആണെങ്കിൽ യൂസ്ഡ് ഫോർ ആവറേജ്ഡ് സൈസ്ഡ് ടൗൺ അണ്ടർ നോർമൽ ഗ്രോത്ത് കണ്ടീഷൻ ആണ് ഇൻക്രിമെന്റൽ ഇൻക്രീസ് മെത്തേഡിൽ വരുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നോക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയസ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പൈപ്പ് ലൈൻസ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് നമുക്ക് നോക്കാനുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയസ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ പൈപ്പ് ലൈൻസ് ആണ്. അപ്പോൾ അത് തന്നെ എഴുതാം. various material used for pipeline. അപ്പോൾ നമുക്ക് ഓരോ പൈപ്പായിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണ് വരുന്നതാണ് കാസ്റ്റ് അയോൺ പൈപ്പ്. കാസ്റ്റ് അയോൺ പൈപ്സ്. കാസ്റ്റ് അയോൺ പൈപ്പ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് പൈപ്പ് ഫോർ കൺവേയിങ് വാട്ടർ ആണ്. ഓരോന്നിൻ്റെ പോയിന്റ്സ് ആയിട്ട് എഴുതാം. മോസ്റ്റ് കോമൺലി യൂസ്ഡ് പൈപ്സ് ഫോർ കൺവേയിങ് വാട്ടർ ആണ് ഈ ഒരു കാസ്റ്റ് അയോൺ പൈപ്പ് എന്ന് പറയുന്നത്. ജോയിൻസിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് പറയാം. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന പൈപ്പ് ഏതാണ്? നെക്സ്റ്റ് വരുന്ന പൈപ്പാണ് സ്റ്റീൽ പൈപ്പ്. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ട്രങ്ക് ആൻഡ് മെയിലൻസിലാണ്. അതുപോലെ തന്നെ ഓൾസോ യൂസ്ഡ് ഫോർ ഇൻവേർട്ടഡ് സൈഫൺസ് എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പം എന്തൊക്കെയാണ് നോക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ എവിടെയാണ് ട്രങ്ക് ആൻഡ് മെയിൻ ലൈൻ ആൻഡ് ഓൾസോ ഫോർ ഇൻവേർട്ടഡ് സൈഫൺസ് അല്ലേ. എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള തേർഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആസ്പെറ്റോസ് സിമെന്റ് പൈപ്പ് അല്ലേ. AC പൈപ്പാണ്. ഇത് എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ്ഡ് ഓഫ് ആസ്പെറ്റോസ് ഫൈബേഴ്സ് ആൻഡ് സിമെന്റ് അല്ലേ. ഇനി നെക്സ്റ്റ് പൈപ്പ് ഏതാണ്? നെക്സ്റ്റ് പൈപ്പാണ് ഗാൽവനൈസ്ഡ് അയോൺ പൈപ്പ്, GI പൈപ്പ്സ്. GI പൈപ്പ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ദീസ് ആർ സ്റ്റീൽ ആൻഡ് റോട്ട് അയൺ. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസൈഡ് എന്താണ് ചെയ്യുക? ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സർഫസ് ഗാൽവനൈസ്ഡ് ബൈ സിങ്ക് എന്നുള്ളത് ഓർത്ത് വെക്കാം. ദീസ് ആർ ഓഫ് they are steel or wrought iron and the inside and outside surface are galvanized by സിങ്ക് എന്നുള്ളത് ഓർത്ത് വെക്കാം. പിന്നെ ലാസ്റ്റ് വണ്ണാണ് പ്ലാസ്റ്റിക് പൈപ്പ്. പ്ലാസ്റ്റിക് പൈപ്പിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ദീസ് ആർ മോഡേൺ മെറ്റീരിയൽസ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് പൈപ്പ്സ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ വേറെ എന്താണ്? PVC
and HDPE pipes are most commonly used for water distribution അല്ലേ? അതും കൂടെ ഓർത്ത് വെക്കുക. HDPE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈ ഡെൻസിറ്റി പോളിത്തീൻ പൈപ്സ് ആണ് കേട്ടോ. അപ്പം പ്ലാസ്റ്റിക് പൈപ്പിനെ കുറിച്ച് നോക്കുമ്പം എന്താണ്? പ്ലാസ്റ്റിക് ഈസ് എന്താണ്? മോഡേൺ മെറ്റീരിയൽ. Plastic is modern material and can be used for the manufacturing of pipelines, manufacturing of pipe also. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് എന്താണ്? PVC and HDPE pipes are most commonly അല്ലെങ്കിൽ mostly used for water distribution system. എങ്കിൽ വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ളത് ഓർത്ത് വെക്കുക. അപ്പം അതാണ് നമുക്ക് പൈപ്പ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഓഫ് പൈപ്പ്സ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ജോയിൻസ് ആണ് അല്ലേ, അല്ലെങ്കിൽ പൈപ്പ് ജോയിൻസ് ആണ്. പൈപ്പ് ജോയിൻസ് അല്ലേ. എന്താണ് പൈപ്പ് ജോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പൈപ്പ് ലൈൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു പൈപ്പിന് ഇത്ര ലെങ്ത്തേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് കൂട്ടേണ്ടിയിട്ട് നമ്മൾ രണ്ട് പൈപ്പുകൾ തമ്മിൽ ഒരു ചെറിയൊരു ഏരിയ ജോയിൻ ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു പൈപ്പിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പം അതാണ് പൈപ്പ് ജോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൈപ്പ് ജോയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിക്വയർഡ് join together or small length to make one continuous length of pipeline അല്ലേ. അപ്പം അതിനാണ് നമ്മൾ പൈപ്പ് ജോയിൻസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെയാണ് പൈപ്പ് ജോയിൻസ് എന്നുള്ളത് നോക്കിയാലോ. ഇതിൽ ഫസ്റ്റ് വണ്ണാണ് സ്പൈഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമ്മൾ ബെൽ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ ലാർജ് ഡയ കാസ്റ്റ് അയൺ പൈപ്പ്സ് ആണ്. അതുപോലെ തന്നെ മോൾട്ടൺ ലെഡാണ് നമ്മൾ ഇതിനെ സീൽ ചെയ്യേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും കൂടെ ഓർത്ത് വെക്കുക. എന്താണ് സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിൻ്റ്? യൂസ്ഡ് ഫോർ ലാർജ് dia cast iron pipes. അതുപോലെ തന്നെ മോൾട്ടൺ ലെഡ് ഈസ് യൂസ്ഡ് ടു സീൽ ദ ജോയിൻ്റ് എന്നുള്ളത് ഓർക്കുക. അപ്പം ഇതാണ് ഫസ്റ്റ് ജോയിൻ്റ് വരുന്നത്. ഇനി സെക്കൻഡ് വൺ നമുക്ക് നോക്കാനുള്ളതാണ് ഏതാണ്? നെക്സ്റ്റ് വണ്ണ് വരുന്നതാണ് ഫ്ലാഞ്ച്ഡ് ജോയിൻ്റ്. ഫ്ലാഞ്ച്ഡ് ജോയിൻ്റ് എന്താണ് ഫ്ലാഞ്ച്ഡ് ജോയിൻ്റ്? എന്തിനാണ് ഫ്ലാഞ്ച്ഡ് ജോയിൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വാട്ടർ പ്രഷറിനും അതുപോലെ തന്നെ പ്രഷറിനും പ്ലേസ്ഡ് വേർ പൈപ്സ് ഹാവ് ടു ബി റീഅസംബിൾഡ് അല്ലേ. ഇങ്ങനത്തെ ഏരിയയിലാണ് നമ്മൾ ഫ്ലാഞ്ച്ഡ് ജോയിൻ്റ് കൊടുക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഫ്ലാഞ്ച്ഡ് ജോയിൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈ വാട്ടർ പ്രഷർ ആണ്. ഓർത്ത് വെക്കേണ്ട പോയിന്റ് ഹൈ
വാട്ടർ പ്രഷർ, അതുപോലെ തന്നെ പ്ലേസ്ഡ് വേർ പൈപ്സ് ഹാവ് ടു ബി റീഅസംബിൾഡ്. ഇതാണ് ഫ്ലാഞ്ചഡ് ജോയിന്റിന്റെ കാര്യം ഓർക്കേണ്ടത്. ഇനി തേർഡ് വണ്ണ് നോക്കാനുള്ളത് ഏതാണ്? തേർഡ് വണ്ണ് നോക്കാനുള്ളത് എക്സ്പാൻഷൻ ജോയിന്റ് ആണ്. എക്സ്പാൻഷൻ ജോയിന്റ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡഡ് ഫോർ ടെമ്പറേച്ചർ ചേഞ്ചസ് അല്ലേ. ടെമ്പറേച്ചർ ചേഞ്ചസ് ഉള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഉള്ള ഏരിയയിൽ അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും പൈപ്പ്സ് സബ്ജക്റ്റഡ് ടു ഹൈ ടെമ്പറേച്ചർ ആയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ജോയിന്റ് ആണ് എക്സ്പാൻഷൻ ജോയിന്റ്. എക്സ്പാൻഷൻ ജോയിന്റിൽ എന്താണ് നോക്കേണ്ടത്? പ്രൊവൈഡഡ് ഫോർ ടെമ്പറേച്ചർ ചേഞ്ചസ് അല്ലേ. ടെമ്പറേച്ചർ ചേഞ്ചസ് ഉള്ള ഏരിയാസിലാണ് നമ്മൾ എക്സ്പാൻഷൻ ജോയിന്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ കോൺക്രീറ്റ് പൈപ്പ് ജോയിൻസും ഒക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് വൺ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈപ്പ് ലൈൻസ് പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈപ്പ് ലൈൻസ് വരുന്നത്? കാസ്റ്റ് അയോൺ പൈപ്പ്സ് വരുന്നുണ്ട്. കാസ്റ്റ് അയോൺ പൈപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് കോമൺലി നമ്മൾ വാട്ടർ കൺവേയൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പൈപ്പ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ സ്റ്റീൽ പൈപ്പ് നോക്കി. സ്റ്റീൽ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ യൂസ്ഡ് ഫോർ ട്രങ്ക് ആൻഡ് മെയിൻ ലൈൻസ് അല്ലേ. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് സൈഫൺസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് സ്റ്റീൽ പൈപ്പ്സ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ആസ്ബറ്റോസ് സിമെന്റ് പൈപ്പ് അല്ലേ, AC പൈപ്പ് പറഞ്ഞു. ദീസ് ആർ മെയ്ഡ് ഓഫ് ആസ്ബറ്റോസ് ഫൈബർ ആൻഡ് സിമെന്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ GI പൈപ്പ്സ് ആണ്, ഗാൽവനൈസ്ഡ് അയോൺ പൈപ്പ്സ് അല്ലേ. വൈഡ്ലി നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർവീസ് കണക്ഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ GI പൈപ്പ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ പ്ലാസ്റ്റിക്സ് പൈപ്പാണ്. പ്ലാസ്റ്റിക് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മെറ്റീരിയൽസ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് പൈപ്പ് അല്ലേ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് പൈപ്പ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പൈപ്പ് ജോയിൻസ് ആണ്. പൈപ്പ് ജോയിൻസിൽ ഏതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്ലാഞ്ച്ഡ് ജോയിന്റ്, എക്സ്പാൻഷൻ ജോയിന്റ്, സിമെന്റ് കോൺക്രീറ്റ് ജോയിന്റ് അല്ലേ. ഇതിൽ കോൺക്രീറ്റ് പൈപ്പ് ജോയിന്റ് ഒക്കെയാണ് പറഞ്ഞത്. സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഫോർ ലാർജ് ഡയ കാസ്റ്റ് അയോൺ പൈപ്പ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിന്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡഡ് ഫോർ ടെമ്പറേച്ചർ ചേഞ്ചസ് ഉള്ള ഏരിയാസിലാണ്. ഫ്ലാഞ്ച്ഡ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലാഞ്ച്ഡ് ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈ വാട്ടർ പ്രഷറുള്ള ഏരിയാസിൽ, അതുപോലെ തന്നെ പ്ലേസ്ഡ് വേർ പൈപ്പ് ഹാവ് ടു ബി റീഅസംബിൾഡ് അല്ലേ. അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമ്മൾ ഫ്ലാഞ്ച്ഡ് ജോയിന്റ് യൂസ് ചെയ്യുന്നത്. അപ്പം അത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ലാസ്റ്റ് ഏരിയയിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ക്ലാസ്സസ് ഒക്കെ കറക്റ്റ് കണ്ടു തീർത്തിട്ട് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.